ഹായ് വെൽക്കം ടു IAS ഫാക്ടേഴ്സ് ന്യൂസ് കോൺസെപ്റ്റ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് മൗണ്ട് ഫ്യൂജിനെ കുറിച്ചിട്ടാണ്. കാരണം ഇത് വാർത്തയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. സോ നമ്മൾ ഈ പിക്ചർ കാണുമ്പോൾ നമുക്ക് തോന്നും ഇനി എങ്ങാനും മൗണ്ട് ഫ്യൂജി എറപ്ഷൻ നടന്ന് അല്ലെങ്കിൽ ഇത് പൊട്ടിത്തെറിച്ചോ. കാരണം ജാപ്പനീസ് ഗവൺമെൻറ് ഈ അടുത്ത് മൗണ്ട് ഫ്യൂജി, ജപ്പാനിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അത്രയും പഴക്കമുള്ള ഒരു മൗണ്ടൻ ആണ്, ഒരു വോൾക്കാനോയും കൂടാണത്. ഈ വോൾക്കാനോ ഇറപ്റ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും എന്നുള്ളൊരു AI വീഡിയോ ഉണ്ടാക്കി. ഇത് കൂടുതലും വാട്ട് ഇഫ് മൗണ്ട് ഫ്യൂജി എറപ്റ്റ്സ് ടുഡേ, അതായത് ഇങ്ങനൊരു എറപ്ഷൻ നടന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ജപ്പാൻ്റെ അവസ്ഥ എന്ന് അവിടുത്തെ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയാണ്. ഈ മൗണ്ട് ഫ്യൂജി ഇറപ്റ്റ് ചെയ്താൽ കാരണം വർഷങ്ങൾക്ക് മുന്നേ എത്രയോ 320 വർഷം മുന്നേ കണ്ടാണ് ഇത് ഇറപ്റ്റ് ചെയ്തത്. ഇത്രയും നാൾക്ക് ശേഷം ഇനി ഇറപ്റ്റ് ചെയ്താൽ എന്തായിരിക്കും അവിടുത്തെ ആൾക്കാരുടെ അവസ്ഥ, എങ്ങനെയായിരിക്കും, എന്തൊക്കെ ഇമ്പാക്റ്റുകൾ ഫേസ് ചെയ്യേണ്ടി വരും എന്നുള്ള ഒരു വീഡിയോ ആണത്. ഇതിൽ രണ്ട് വിഭാഗക്കാരുണ്ട്. ഒരുപാട് ആൾക്കാരത് നെഗറ്റീവായിട്ട് കണ്ടു. കാരണം ആൾക്കാരെ ഇങ്ങനെ ഭീതി പടർത്തുന്ന തരത്തിലുള്ള വീഡിയോസ് ഇറക്കരുത്. മറ്റാൾക്കാർ വളരെ പോസിറ്റീവായിട്ട് ഇതിനെ വെൽക്കം ചെയ്തു. കാരണം ഇങ്ങനെ ഒരു മൗണ്ടനൊക്കെ എറപ്റ്റ് ചെയ്താൽ, ഒരു വോൾക്കാനോ എറപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളതും കൂടെ. സോ മൗണ്ട് ഫ്യൂജിയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ അവർക്ക്, ജപ്പാൻകാർക്ക് വളരെയധികം ലക്കി ആയിട്ടുള്ളൊരു വളരെയധികം പ്രേ ചെയ്യുന്നൊക്കെ ഒരു മൗണ്ടനാണ് മൗണ്ട് ഫ്യൂജി എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ ഒരു AI വീഡിയോയുടെ പ്രധാന ഒരു സ്ക്രീൻഷോട്ടാണ് ഞാനിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ എറപ്റ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും. സോ പൊതുവേ നമ്മൾ വോൾക്കാനോ എന്ന് സ്കൂളുകളിലെ നമ്മൾ സിവിൽ സർവീസിനൊക്കെ ആണെങ്കിലും നമ്മുടെ ജോഗ്രഫിയുടെ ഭാഗമായിട്ടൊക്കെ നമ്മൾ വോൾക്കാനോ, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വോൾക്കാനോ, ഡോർമൻ വോൾക്കാനോ, ആക്റ്റീവ് വോൾക്കാനോ എന്നൊക്കെ നമ്മൾ പഠിക്കാറുണ്ട്. വോൾക്കാനോയുടെ ഷേപ്പ് എന്താണ്, മാഗ്മ വന്ന് പിന്നീട് സർഫസിലേക്ക് എത്തിക്കഴിയുമ്പോൾ അത് ലാവയായി മാറും. ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ ശരിക്കും എന്തൊക്കെ ഗ്യാസുകൾ പുറത്തു വരുന്നു, ഞാൻ അതിൻ്റെ ജോഗ്രഫിക്കൽ ആസ്പെക്ട്സിലേക്ക് ഇതിൽ കടക്കുന്നില്ല. ഇതിൻ്റെ ഇമ്പാക്റ്റിനെ കുറിച്ചിട്ടാണ്, ഒരു വോൾക്കാനിക് ഇറപ്ഷൻ്റെ ഇമ്പാക്റ്റിനെ കുറിച്ചിട്ടാണ്. എന്തായാലും മൗണ്ട് ഫ്യൂജി ഇമ്പാക്റ്റ് എന്താവും എന്നുള്ളത് ജാപ്പനീസ് ഗവൺമെൻറ് തന്നെ പുറത്തു വിട്ടു. അപ്പം നമ്മളും ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും ഇത് അവയർനെസ്സിന് വേണ്ടിയാണ്. അവിടുത്തെ ഏകദേശം 37 മില്യൺ വരുന്ന ആൾക്കാർക്ക് ഒരു അവയർനെസ് വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത്. 1707 അത് പണ്ട് ഇറപ്റ്റ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ വർഷങ്ങൾക്ക് മുന്നേ ഇത് എറപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ 300 വർഷം എന്ന് പറയുമ്പോൾ ഇതുവരെ പോലും എറപ്ഷൻസ് വന്നില്ലെങ്കിൽ ഇനി പൊട്ടിത്തെറിക്കാൻ, ഈ വോൾക്കാനോ പൊട്ടിത്തെറിക്കാനുള്ള ചാൻസസ് വളരെ വളരെ ഹൈ ആണ്. സോ ഇതിൻ്റെ റിസ്ക് വളരെ ഹൈ ആണ്. സോ ഓൾറെഡി ജപ്പാൻ എന്ന് പറയുന്നത് ന്യൂക്ലിയർ ബോംബും ന്യൂക്ലിയർ കാറ്റാസ്ട്രഫിയും ഒക്കെ ഫേസ് ചെയ്ത് ഒരുപാട് കഷ്ടപ്പെട്ട ഒരു രാജ്യം കൂടെയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടും ഇതിനെ പ്രധാനമായിട്ടും നോക്കുകയാണെങ്കിൽ വോൾക്കാനിക് ഡിസാസ്റ്റർ പ്രിപ്പറേഷൻ ഡേ എന്ന് പറഞ്ഞൊരു ഡേ തന്നെയുണ്ട്, വോൾക്കാനിക് പ്രിപ്പറേഷൻ ഡേ. അതിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെ ചെയ്തു നോക്കാം. ഇതിൽ പ്രധാനമായും വോൾക്കാനിക് എറപ്ഷൻസ് സംഭവിക്കുമ്പോൾ ആഷ് സ്പ്രെഡാണ് പറയുന്നത്. ഈ ആഷ് ഉണ്ടല്ലോ, ഈ വോൾക്കാനിക് ആഷ് എന്ന് പറയുന്നത് ഇത് 1-2 മണിക്കൂറിനുള്ളിൽ മുഴുവൻ ആകാശത്തും ഇത് പടരും. ഒന്നും കാണാൻ കഴിയില്ല. ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിലും ബിൽഡിങ്സ് ഒന്നും കാണാൻ പറ്റില്ല. ഈ ആഷ് എല്ലാം ഓൾമോസ്റ്റ് 490 മില്യൺ ക്യൂബിക് മീറ്റർ ആഷ് ഈ കാറുകളിലും ബിൽഡിങ്ങുകളിലും സ്ട്രക്ചറുകളിലും എല്ലാം വന്നിരുന്ന് കഴിയുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇത്രയും വലിയ ആഷ് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ക്ലീൻ ചെയ്യാന്നുള്ളത് ഒരിക്കലും എളുപ്പമുള്ളൊരു കാര്യമല്ല. അത്രയ്ക്ക് ഡിഫിക്കൽട്ടായിരിക്കും. ഒരുപാട് ആൾക്കാർ സ്വാഭാവികമായിട്ടും ശ്വാസം മുട്ട് കാരണം മരിക്കും. ഇതൊക്കെ ഇതിൽ പറയുന്നുണ്ട്. ട്രാഫിക് ജാംസ്, വിസിബിലിറ്റി പോവും, ഒന്നും കാണാൻ കഴിയില്ല, വണ്ടികളെല്ലാം ജാംഡ് ആവും, കുറേ വണ്ടികൾ ആക്സിഡൻറ്റിലാവും, സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ. ആൻഡ് പവർ ഔട്ടേജസ് വരും. വാട്ടർ ഔട്ടേജ് ഉണ്ടാവും, പവർ ഔട്ടേജ് ഉണ്ടാവും. ആൾക്കാരുടെ അവസ്ഥ വളരെ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഒരു വോൾക്കാനിക് ഇറപ്ഷൻ, പ്രത്യേകിച്ച് മൗണ്ട് ഫ്യൂജി പോലത്തെ മൗണ്ടൻ ഇറപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ. ആൻഡ് എയർ, ഇതിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്തൊക്കെ തരം ഗ്യാസുകളും ഒരു വോൾക്കാനിക് ഇറപ്ഷൻ വന്ന എന്തൊക്കെ ഗ്യാസുകൾ ആകാശത്തേക്ക് വരുന്നു. ഈ ആഷിൻ്റെ കൂടെ തന്നെ ഈ എയറും മൊത്തം പൊല്യൂട്ടഡായി മാറുമ്പോൾ നമുക്ക് ശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക്, നിസ്സാരം ഡൽഹിയിൽ പോലും വിൻ്റർ സമയത്ത് സ്മോക്കും ഫോഗും കൂടെ ചേർന്ന് സ്മോഗ് ആകുമ്പോൾ പോലും നമുക്ക് ശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ഓക്സിജൻ്റെ ബുദ്ധിമുട്ടുണ്ട്. ഇത് വന്നു കഴിഞ്ഞാൽ ഒരുപാട് പേര് ചോക്ക് ചെയ്ത് മരിക്കും ശ്വാസം കിട്ടാതെ എന്നുള്ളതുകൊണ്ട് പ്രോപ്പർട്ടി മാസ് സ്കെയിൽ ഡാമേജ് ആവും, ഇൻഫ്രാസ്ട്രക്ചർ. ഇതിൽ നിങ്ങൾക്ക് കാണാം ഇതൊരു വോൾക്കാനിക് ഇറപ്ഷൻ്റെ ഡാമേജ് ആണ്. എങ്ങനെയാണ് ആ ബിൽഡിങ്ങുകളും തൊട്ടടുത്ത് കിടക്കുന്ന റിവറും എല്ലാം പൊല്യൂട്ടഡ് ആവും, വെള്ളം പൊല്യൂട്ടഡ് ആവും, ബിൽഡിങ്ങുകളെല്ലാം തകരും, തീ പിടിക്കും, പൊട്ടിത്തെറിക്കും. പവർ പ്ലാന്റ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം തകർന്നു പോവും. പ്രോപ്പർട്ടി ഡാമേജ് ഏകദേശം 2.5 ട്രില്യനാണ് എക്കണോമിക് ലോസ് അസസ് ചെയ്യപ്പെടുന്നത്. ആലോചിക്കൂ, പല രാജ്യങ്ങളുടെയും ടോട്ടൽ എക്കോണമി പോലും ഇത്രയും വലുതല്ല.
2.5 ട്രില്യൺ എക്കണോമിക് ലോസസ് സംഭവിക്കും. ഇത് വലിയൊരു ഡാമേജ് തന്നെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ആവണം ജാപ്പനീസ് ഗവൺമെൻറ് ഇത് കൊണ്ടുവന്നത്. എന്തായാലും നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. പല വോൾക്കാനോസും ചെറുതായിട്ട് എറപ്റ്റ് ചെയ്യാറുണ്ട്. ചെറുതായിട്ട് എറപ്റ്റ് ചെയ്യാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ ആക്റ്റീവായിട്ടൊക്കെ ചെറുതായിട്ടൊക്കെ എറപ്റ്റ് ചെയ്യും. പക്ഷേ ഒരു മാസീവ് എറപ്ഷൻസ് നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ എന്നാലും ഈ അടുത്ത് ഒരു നമ്മുടെ കറണ്ട് അഫയർ എന്ന് പറയുന്ന പോലെ നമുക്ക് അടുത്ത കാലത്ത് നമുക്ക് എറപ്ഷൻസ് നടന്നിട്ടുള്ള പ്രധാന സംഭവങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ കിലോ, ഹവായ് ഭയങ്കര ആക്റ്റീവ് വോൾക്കാനോസ് ഉള്ള സ്ഥലമാണ് USA. ഇത് ഈ അടുത്ത് ചെറുതായിട്ട് എറപ്റ്റ് ചെയ്തിരുന്നു. ഇതിൻ്റെ എറപ്ഷനാണ് നമ്മളിതിൽ പിക്ചറിൽ കാണുന്നത്. അതേപോലെ തന്നെ മൗണ്ട് ലിയോട്ടോബി ലാക്കി എന്ന് പറയുന്ന ഇന്തോനേഷ്യയിൽ, ഈ ലാക്കി വളരെ ഡെഡ്ലി മൗണ്ടൻ ആണ്. ഇതും ഈ അടുത്ത് ഇറപ്റ്റ് ചെയ്തിരുന്നു. ഇന്തോനേഷ്യ ഭയങ്കര ഒരു ആക്റ്റീവ് സ്ഥലം തന്നെയാണ്. അതേപോലെ തന്നെ കൻലാവോൺ വോൾക്കാനോ ഫിലിപ്പീൻസിൽ, ഇതിൻ്റെ എറപ്ഷൻ്റെ കളേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഡിഫറെൻ്റ് ആണ്. ഇത് ടെറൈൻ വേറെ പോലെയാണ്. ഇതും ഒരു എറപ്ഷൻ ആയിരുന്നു ഫിലിപ്പീൻസിലുള്ള. അതേപോലെ പിന്നെയും ഇന്തോനേഷ്യയിൽ മൗണ്ട് മറാപ്പി, ഇതും എറപ്റ്റ് ചെയ്തു. ആൻഡ് കംചാട്ക പെനിൻസുല റഷ്യയിലുള്ള ഇവിടെയും ഈ അടുത്ത് ചെറിയ എറപ്ഷൻസ് ഉണ്ടായിരുന്നു. സോ ചെറിയ തോതിലെ എറപ്ഷൻസ് ആക്റ്റീവ് വോൾക്കാനോ ആയതുകൊണ്ട് ഇത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ മാസീവായിട്ട് അതിൻ്റെ ഇമ്പാക്റ്റ് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു മാസീവ് എറപ്ഷൻ നടന്നിട്ടില്ല. സോ നമുക്ക് ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഇന്ത്യനെ കുറിച്ചിട്ടും കൂടെ നമുക്കൊന്ന് മനസ്സിലാക്കാം. എന്തായാലും മൗണ്ട് ഫ്യൂജി വെച്ച് സ്റ്റാർട്ട് ചെയ്തു. ഇന്ത്യയിൽ വോൾക്കാനോസ് ഉണ്ടോ? ആക്റ്റീവ് വോൾക്കാനോ ഇന്ത്യയിലുണ്ടോ? നമ്മൾ പഴയകാല ഡെക്കൻ ട്രാപ്പ് എന്ന് പറയുന്ന ഏൻഷ്യൻ കാലഘട്ടത്തിൽ ഡെക്കൻ ട്രാപ്പിൽ നിന്നുണ്ടായ വോൾക്കാനോ ഉണ്ട്. ഇന്നത് മഹാരാഷ്ട്ര അത്ര ആക്റ്റീവ് അല്ല. ഈവൻ ഗുജറാത്തിൽ പോലും ചില വോൾക്കാനോസ് ഉണ്ട്. അതൊന്നും ഇപ്പോൾ ആക്റ്റീവ് അല്ല. പക്ഷേ ഇന്ത്യയിൽ വളരെ പ്രധാനമായിട്ട് നോക്കുകയാണെങ്കിൽ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിൽ ഈ പിക്ചറിൽ കാണുന്ന പോലെ ബാരൻഡ് ഐലൻഡ് വോൾക്കാനോസ് വളരെ ആക്റ്റീവാണ്. നോക്കിക്കഴിഞ്ഞാൽ 1787 മൗണ്ട് ഫ്യൂജി കഴിഞ്ഞ് കുറേ വർഷം കഴിഞ്ഞപ്പോഴാണ് ആദ്യത്തെ എറപ്ഷൻ നടന്നത്. പിന്നീട് ഇത് ചെറുതായിട്ട് മൈനർ എറപ്ഷൻസ് ഒക്കെ വരുന്നുണ്ട്. ഏകദേശം 135 കിലോമീറ്റർ പോർട്ട് ബ്ലെയർ ആൻഡമാൻ സീയിലുള്ളതാണ് ഈ കാണുന്ന ബാരൻ ഐലൻഡ് വോൾക്കാനോ എന്നുള്ളത്. ഈ വലിയ എറപ്ഷൻസ് വർഷങ്ങളോളം നടന്നില്ലെങ്കിൽ പിന്നീട് അത് വളരെ റിസ്ക്കിയാണ്. അപ്പോൾ ബാരൻ ഐലൻഡ്സ് ഉണ്ട്. അതേപോലെ തന്നെ നമുക്കിവിടെ കാണാൻ പറ്റും നൽക്കോണ്ടം എന്ന് പറയുന്ന ഒരു വോൾക്കാനോ കൂടെ ഇവിടെ ഉണ്ട്. ഇതും ഡോർമെൻ്റ് ആയിട്ടാണ് നമുക്കിതിൽ കൂടുതലും നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിൽ പടം കാണുന്ന പോലെ ഇത് ബാരൻ വോൾക്കാനോ അല്ല. ഈ വോൾക്കാനോ ഓൾമോസ്റ്റ് ഡോർമെൻ്റ് ആയി എന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട്. എന്തായാലും വലിയൊരു വോൾക്കാനിക് എറപ്ഷൻ മൗണ്ട് ഫ്യൂജി ആ ഒരു സ്കെയിലിൽ പൊട്ടാതിരിക്കട്ടെ. കാരണം അങ്ങനെ വന്നാൽ ജപ്പാൻ്റെ അവസ്ഥ മുഴുവൻ കഷ്ടമാണ്. കാരണം ജപ്പാൻ കംപ്ലീറ്റ്ലി വോൾക്കാനിക് എറപ്ഷൻ്റെ ഡാമേജിലേക്ക് മുങ്ങിപ്പോകും. സോ മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത ന്യൂസ് കോൺസെപ്റ്റിൽ ഡിസ്കസ് ചെയ്യാം. ഡു സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. ദിസ് ഇസ് അർജുൻ ആർ ശങ്കർ ഫോർ IAS Factor.